കേരളയാത്ര മനുഷ്യർക്കൊപ്പം കേരളയാത്ര മനുഷ്യർക്കൊപ്പം കേരളയാത്ര മനുഷ്യർക്കൊപ്പം കേരളയാത്ര സൗഹാർദ്ദത്തിൻ വിത്തുകൾ വിളയും സൗഹാർദ്ദത്തിൻ വിത്തുകൾ വിളയും വർഗീയതയുടെ വേരുകൾ പടരും വർഗീയതയുടെ വേരുകൾ തകരും വർഗീയതയുടെ വേരുകൾ പടരും വർഗീയതയുടെ വേരുകൾ തകരും സ്നേഹത്തിന്റെ ചരിത്രം തുന്നിയ. നമസ്കാരം. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരളയാത്രയ്ക്ക് എറണാകുളം ജില്ലയിൽ പ്രൗഢമായി. ഇന്നലെ രാവിലെ 9-ന് പറവൂർ മുത്തകുന്നം ജില്ലയിൽ പ്രവേശിച്ചു. വെടിമരയിൽ പൗരപ്രമുഖരും പ്രാസ്ഥാനിക നേതാക്കളും ചേർന്ന് വൻ സ്വീകരണം നൽകി. തുടർന്ന് സെന്റിനറി ഗാർഡുകൾ സല്യൂട്ട് നൽകി ആദരിച്ചു. യാത്രാ ഉപനായകൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവരുടെ യാത്രാ സംഘത്തിനാണ് സ്വീകരണം നൽകിയത്. 10-ഓടെ ആലുവ കലൂർ ഇടപ്പള്ളി വഴി അശ്ശേരിയിലേക്കും വൈകിട്ട് 4 മണിയോടെ മറൈൻ ഡ്രൈവിലേക്കും എത്തി. സെന്റിനറി ഗാർഡുകളുടെ പ്രത്യേക റാലി നോർത്ത് ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച് മറൈൻ ഡ്രൈവിലേക്ക് എത്തിയതോടെ ഹൈഡ്രജൻ ബലൂൺ ഉയർത്തി കാന്തപുരത്തിനും മറ്റ് നേതാക്കൾക്കും ആദരം നൽകി. തുടർന്ന് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. MP ഹാരിസ് ബീരാൻ, ഹൈബി ഈഡൻ, MLA-മാരായ TJ വിനോദ്, അൻവർ സാദത്ത്, എൽദോ കുന്നപ്പള്ളി, KJ മാക്സി, പ്രാസ്ഥാനിക നേതാക്കളായ സയ്യിദ് സിറ്റി ഹാഷിം തങ്ങൾ, VH അലിദാരിമി, ഫാദർ പോൾ തേലക്കാട്ട്, ത്വാഹ മുസ്ലിയാർ, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, KSM ഷാജഹാൻ സഖാഫി, VK ജലാൽ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. അക്രമങ്ങളും അനീതിയും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് എതിരിൽ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്, എറണാകുളം ജില്ലയിലാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് എറണാകുളം ടൗണിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എറണാകുളം ഒരു മെട്രോ സിറ്റിയാണ്. ഏത് തരത്തിലുള്ള പുരോഗതിയും ഉയർച്ചയും കൊണ്ടുവരൽ അനിവാര്യമായ ഒരു സിറ്റി. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് പതിയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നില എത്രമാത്രം പരിതാപകരാണ്. ഉദാഹരണത്തിന് 1909 തുടങ്ങിയതാണ് നോബൽ പ്രൈസ്. അമേരിക്കയിൽ ഹാർവേഡ് യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ബ്രോഷർ വന്നു. ആ ബ്രോഷറിൽ കാണുന്നത് 170 നോബൽ പ്രൈസ് വിന്നേഴ്സാണ്. അപ്പോൾ ഞാൻ ഇന്ത്യ എത്ര ആൾക്ക് നോബൽ പ്രൈസ് കിട്ടി നോക്കിയത്. 1909 നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയത്. ഏകദേശം 116 കൊല്ലമായി. ആകെ 2 ആളുകൾക്ക് ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിൽ വളർന്നു, ഇന്ത്യയിൽ മരിച്ചവർ കിട്ടിയിട്ടുള്ളൂ. ടോട്ടല് 10 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ജന്മം കൊണ്ട് ഇന്ത്യക്കാരായതേ ഉള്ളൂ. ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിൽ പഠിച്ചു, ഇന്ത്യയിൽ വളർന്ന് 2 ഒന്ന് ടാഗോറിനും ഒന്ന് CV രാമൻ. ഇനി പോകട്ടെ, ലോകതലത്തില് QS റാങ്കിങ് ഷീറ്റില് വേൾഡില് ഏതെങ്കിലും ഒരു സ്ഥാപനം കേരളത്തിൽ വന്നിട്ടുണ്ടോ? ഏഷ്യ അടിസ്ഥാനത്തിൽ നോക്കിയാൽ 398-ാം സ്ഥാനത്താണ് മലയാളം യൂണിവേഴ്സിറ്റി വന്നത്. പോകട്ടെ, നമ്മുടെ ഇന്ത്യ അടിസ്ഥാനത്തിൽ NRFയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ ഓഫ് റാങ്കിങ് സിസ്റ്റത്തിൽ 20ന്റെ താഴെയാണ് കേരളം വന്നിട്ടുള്ളത്. ഇനി IAS IPS എടുത്തു നോക്കിയാൽ നമുക്ക് 86, 96, 97 കാലഘട്ടങ്ങളിൽ ഒരൊറ്റ കുട്ടി പോലും IAS IPS കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പെൻസിലെ പിടിച്ചെടുത്ത് അവിടെയുള്ള പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ചെയ്ത ആ പ്രവർത്തനത്തെ ലോകത്തുള്ള മുഴുവൻ മത നേതാക്കളും മുഴുവൻ വ്യക്തികളും അപലപിക്കുന്നതിന് മുമ്പ് കൃത്യമായി പത്രക്കാരുടെ മുമ്പിൽ, മീഡിയയുടെ മുമ്പിലും, കോഴിക്കോട് സമ്മേളനത്തിൽ പരസ്യമായും ആദ്യമായി സംസാരിച്ചത് മഹാനായ ശിഖുന കാന്തപുരം സ്ഥാനം. അതേ ദിവസം ഇങ്ങനെ ഓരോ വിഷയത്തിലും അതാത് സമയങ്ങളിൽ
ഇടപെടുന്ന ഒരു നേതാവ്. നിമിഷപ്രിയ എന്ന ഒരു അമുസ്ലിം സ്ത്രീ ഒരു മുസ്ലിമായ മനുഷ്യനെ കൊന്നു എന്നതാണ് ഉണ്ടായ ആരോപണം എന്ന് എല്ലാവർക്കും അറിയാം. അവരെ വധിക്കപ്പെടാൻ വേണ്ടി യമനിൽ തീരുമാനിച്ച് മണിക്കൂറുകൾ ബാക്കിയുള്ള സമയത്ത് ഈ കേരളത്തിൽ നിന്ന് കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ്, സമസ്ത കേരള ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി, ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് അതിന് പക്വമായ രൂപത്തിൽ ഇടപെടുകയും അത് അനുകൂലമായി ലഭിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഒക്കെ എല്ലാ സഹായങ്ങളെയും കാന്തപുരം മുസ്ലിയാർ അവരുടെ കൂടുതൽ വാർത്തകളുമായി ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തറം.